നമ്മുടെ അംബാനി ചെറുക്കൻ്റെ കല്യാണമായി. 2-3 മാസമായിട്ട് കല്യാണം നടക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഇംഗ്ലീഷ് മീഡിയ മുഴുവനും വലിയ പൂതിയിളക്കമായിരുന്നു. ഏതായാലും കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ആകെക്കൂടെ എല്ലാം കൂടെ കൂടിപ്പോയാൽ ഒരു 5000 കോടി രൂപയെ ചിലവാക്കിയുള്ളൂ എന്നാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള അറിവ്. അദ്ദേഹത്തിൻ്റെ, അതായത് അംബാനിയുടെ സ്വത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കിയാൽ ഈ 5000 കോടി രൂപ നാണക്കേടാണ്. ഒരു മകൻ്റെ കല്യാണം നടത്തുമ്പോൾ 5000 കോടി രൂപയെ ചിലവാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് നാണക്കേടാണ്. പക്ഷേ നാണക്കേട് സഹിക്കാൻ തന്നെ അദ്ദേഹം തയ്യാറായി. വളരെ ലളിതമായി ഈ വിവാഹം നടത്തി. അതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനായിട്ട് അത് വിശദീകരിച്ച് വർണ്ണിച്ച് നിങ്ങളെ ബോറടിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് അല്പം പുറകോട്ട് പോയി. ഒരു കാലത്ത് നമ്മുടെ ഇടയിൽ ധൂർത്തടിച്ച് വിവാഹം നടത്തിയാൽ പോലീസ് അന്വേഷണം നടക്കുമായിരുന്നു. കാരണം ഇങ്ങനെ മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന വിധത്തിൽ അനാവശ്യമായി സ്വത്തിൻ്റെ അഹങ്കാരം എടുത്തു പിടിച്ച് ഒരു വിവാഹം നടത്തി ആരും ഒന്നും നേടാൻ പോകുന്നില്ല. അതൊരു സമൂഹത്തോട് കാണിക്കുന്ന അവജ്ഞയാണ്, അപമാനമാണ് എന്ന ഒരു പക്വതയേറിയ തിരിച്ചറിവ് ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് കൈവിട്ടിട്ട് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്വത്ത് പൊതുരംഗത്ത് വലിച്ചു വാരി എറിഞ്ഞ് തൻ്റെ കഴിവിനെ, മാഹാത്മ്യത്തെ കോടികളുടെ അളവുകോൽ കൊണ്ട് അടയാളപ്പെടുത്തുന്നവൻ മാത്രമാണ് മിടുക്കൻ, അവനാണ് മാന്യൻ എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നാം വന്നതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 5000 കോടി മാത്രമേ അദ്ദേഹം ചിലവാക്കിയുള്ളൂ എന്നത് ഓർക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ അത്ഭുതമാണ്. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ചെറുക്കനും പെണ്ണും കെട്ടുന്നു, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കാക്കയാണെങ്കിലും പൂച്ചയാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കല്യാണം തന്നെയാണ്. അത്രയുള്ള ഇന്നത്തെ കാര്യം. അതിന് വലിയ എടുത്തുകെട്ടും വലിയ നാടകവും തിരുവാതിരയും ചവിട്ട് നാടകവും കൈകൊട്ടിക്കളിയും പിന്നെ സിനിമാ നടന്മാരെ കൊണ്ട്, നടിമകളെ കൊണ്ടുള്ള നൃത്തം ചെയ്യിക്കൽ, പാട്ട് പാടുന്നു, തലകുത്തി നിൽക്കുന്നു, ദൂരെ നിന്ന് ബോറിസ് ജോൺസനെ കൊണ്ടുവരുന്നു, പിന്നെ മറ്റേ ഒരു പ്രൈം മിനിസ്റ്ററുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, ഇവരെയൊക്കെ, പിന്നെ അമേരിക്കയിൽ നിന്ന് പാട്ടുകാരെ കൊണ്ടുവരുന്നു, പാവപ്പെട്ട നമ്മുടെ ലാലു പ്രസാദ് യാദവിനെ പോലും അവിടെ അവതരിപ്പിക്കുന്നു. അത് കണ്ടപ്പോൾ അവസരത്തിൽ ചങ്ക് പിടിഞ്ഞു പോയി. ലാലു പ്രസാദ് യാദവുമായിട്ട് ഇതിന് വല്ല ബന്ധവുമുണ്ടോ? അയാൾ എന്തിനാണ് അവിടെ പോയത്? അപ്പോൾ നിങ്ങൾ പറയുന്നത് തന്നെ വിളിക്കാൻ ഞാൻ കൊതിയല്ലയോ ഈ പറയുന്നത്, കൊതിക്കറിവല്ലേ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് തെളിയിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരാരോപണം എൻ്റെ മേൽ വന്നാൽ അത് മിണ്ടാതിരുന്ന് സഹിക്കുക നിവൃത്തിയുള്ളൂ. പക്ഷേ ഈ കല്യാണത്തിന് സംബന്ധിക്കാത്ത 2 പേര്, ഒന്ന് രാഹുൽ ഗാന്ധിയും മറ്റേത് ഞാനുമാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ സന്തോഷമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കയ്യിൽ അളവില്ലാത്ത സ്വത്ത് വരുമ്പോൾ മനുഷ്യന് പൊതുരംഗത്തിങ്ങനെ നൃത്തം ചെയ്യണം എന്ന ഒരു മോഹം ഉദിക്കുന്നത്? അതിൻ്റെ മനഃശാസ്ത്രം എന്താണ്? അതിൻ്റെ സാമൂഹ്യശാസ്ത്രം എന്താണ്? അതിൻ്റെ ദാർശനികത എന്താണ്? ഇതാണ് നമ്മുടെ അന്വേഷണം. എനിക്ക് അദാനി ചെറുക്കൻ, അംബാനി ചെറുക്കന്മാർ കല്യാണം കഴിച്ച് അവരെങ്ങനെ തലകുത്തി എന്ന് കല്യാണം കഴിച്ച് ആകാശത്തിൻ്റെ വിധാനം കല്യാണം, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും അത് യാഥാർത്ഥ്യങ്ങളെ അന്വേഷിക്കാനുള്ള ഒരു ആഹ്വാനമായിട്ട് മാത്രമാണ് ഞാൻ അറിയുന്നത് എന്ന് ഇതിനോടകം നിങ്ങൾ ധരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ സംഭവം, ഈ ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണർത്തിയ ചിന്തകൾ എന്താണ്, അതിൽ നിങ്ങൾക്ക് പ്രയോജനമോ താല്പര്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൈപ്പറ്റുവാൻ ഇടയാകട്ടെ, അതിനുള്ള വഴിയൊരുക്കാൻ സാധ്യമാകുമോ എന്ന അന്വേഷണം മാത്രമാണ് ഇതിലെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്.
അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ എനിക്ക് 2 പെൺമക്കളുണ്ട്. ഞാൻ അവരുടെ 2 പേരുടെയും വിവാഹം നടത്തി. മൂത്ത പെൺകുട്ടിയുടെ വിവാഹത്തിന് ഞാൻ ആകെപ്പാടെ ചിലവാക്കിയത്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, 27,000 രൂപയാണ്. ഞാൻ ഡൽഹിയിൽ വെച്ചാണ് നടത്തിയത്. അത് 2008 ആ വിവാഹം നടന്നത്. എൻ്റെ രണ്ടാമത്തെ മകളുടെ വിവാഹം നടന്നത് 2014 അതിന് എനിക്ക് 1,60,000 രൂപയുടെ ചിലവ് വന്നു. അത് വളരെ കൂടിപ്പോയി എന്ന ഒരു ധാരണ, ഒരു മനസ്താപം എനിക്കുണ്ടായി. മറ്റൊന്നും കൊണ്ടല്ല, ഒരു പുരുഷനും സ്ത്രീയും വിവാഹം ചെയ്ത് അവരുടെ ജീവിതം ആരംഭിക്കുന്നതും അതിന് സംബന്ധമായ മനുഷ്യ കാട്ടിക്കൂട്ടുന്ന കോലാഹലവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്നൊരു ചിന്ത കൊണ്ട് മാത്രമാണ്. പൈസ ചിലവാക്കുന്നതിൻ്റെ പ്രയാസം മാത്രമല്ല, പൈസ ചിലവാക്കുന്നതിനും പ്രയാസമുണ്ട്. കാരണം നന്നേ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇങ്ങനെ വാരി എറിഞ്ഞ് കളയാൻ ഇച്ചിരി പ്രയാസമാണ്. വാരി എറിഞ്ഞ് കളഞ്ഞാൽ പിന്നെ തെണ്ടേണ്ടി വരും. പക്ഷേ അദാനിക്കും അംബാനിക്കും അത് പ്രശ്നമല്ല, നിങ്ങൾക്കറിയാം. നമ്മളെപ്പോലുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഈ വലിയ എടുത്തുചാട്ടം, വലിയ ഊതി വീർപ്പിച്ച് കാണിക്കുക, മറ്റുള്ളവരെ കണ്ണഞ്ചിപ്പിക്കുക, മറ്റുള്ളവർ ദൂരെ മാറി നിന്ന് വെള്ളമുറുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുക? അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? എന്താണ് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല എന്ന് വളരെ വ്യക്തമായിരിക്കെ എന്തുകൊണ്ടാണ് ഭ്രമത്തിൽപ്പെട്ട് മനുഷ്യരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച്, ഇനി അടുത്ത വർഷം അദാനിയുടെ മകനോ മകളോ വിവാഹം ചെയ്താൽ ഈ 5,000 കോടി രൂപയിൽ നിൽക്കാനൊക്കുമോ? നാണക്കേടല്ലേ? അപ്പം ഇങ്ങനെ ഇത് മേപ്പോട്ട് ഊതി വീർപ്പിച്ച് വലിയ ബലൂൺ പോലെ കൊണ്ടുപോകുന്ന ഇതാണ് നമ്മുടെ അന്വേഷണം. ഇതറിയാൻ, ഇതിൻ്റെ മർമ്മം അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ഞാൻ വളരെ അന്വേഷിച്ചു, ചിന്തിച്ചു, തല പുകഞ്ഞ് ചിന്തിച്ചു. അപ്പോൾ കാക്കയ്ക്കും പൂച്ചയ്ക്കും കാട്ടിൽ കല്യാണം നടക്കുമ്പോൾ നമുക്ക് നാട്ടിൽ ചിന്തയുടെ കല്യാണം. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. പിന്നെ നാട്ടിൽ നമുക്കെല്ലാം ചിന്തയുടെ ഒരു ദീപാവലി, ഒരു ആഘോഷം. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ നിങ്ങളുമായി പങ്കിടട്ടെ. ഇത് എന്നെ കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകളും ക്രിസ്ത്യാനികളല്ല എന്നും അവർക്ക് വേദപുസ്തകം പരിചയമില്ല എന്നും അറിഞ്ഞിരിക്കെ ഞാൻ വേദപുസ്തകത്തിലെ സുവിശേഷത്തിലെ ഒരു സംഭവം ആധാരമാക്കി സംസാരിക്കാൻ പോകുകയാണ്. പക്ഷേ മതപരമായ യാതൊരു ചുവയും താല്പര്യമില്ലാത്ത വിധത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് ഉദാഹരണങ്ങൾ അവിടെ നിന്ന് സ്വീകരിക്കുമെന്നല്ലാതെ എൻ്റെ മതപരമായ കാര്യങ്ങൾ ആരെങ്കിലും അടിച്ചേൽപ്പിച്ച് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകണമെന്ന് ഒരു കാലത്തും ചിന്തിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കുന്നത് സ്വയത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന വ്യക്തമായി ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വളരെ എളിമയോടും നിങ്ങളോട് ഏവരോടുമുള്ള ബഹുമാനത്തോടും കൂടെയാണ് ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ പങ്കിടാൻ പോകുന്നത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല അക്രൈസ്തവരായ എല്ലാവർക്കും അറിയാം. 3 പരീക്ഷകൾ യേശു അഭിമുഖീകരിച്ചു, അതിനെ അതിജീവിച്ചു. അതെന്താണ്? ഒന്ന്, യേശു 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം നന്നേ വിശന്നിരുന്നപ്പോൾ സാത്താൻ അവനോട് പറഞ്ഞു, നിൻ്റെ മുമ്പിൽ കിടക്കുന്ന കല്ലുകൾ അപ്പക്കഷ്ണങ്ങളാക്കാൻ നീ കൽപ്പിച്ചാൽ അങ്ങനെയാകും, നിനക്കുള്ള കഴിവുണ്ടല്ലോ, അന്ന് അങ്ങനെയായി വയ നിറച്ച് തിന്നോളും എന്ന ആദ്യത്തെ പരീക്ഷ. രണ്ടാമത്തെ പരീക്ഷ എന്താണ്? യേശുവിനെ കൊണ്ട് യെരുശലേം ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ചാടിയാൽ ആളുകൾ നിന്നെ പെട്ടെന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് എന്ന് പറഞ്ഞ്, അപ്പം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കത്തക്കോണം നിന്നെ സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ സംരക്ഷിച്ചു കൊള്ളും, അവിടെ നീ ചാടിക്കൂ, ഇഷ്ടം പോലെ ചാടിക്കൂ, വയറ് നിറച്ച് ചാടിക്കൂ എന്ന് പറയുമ്പോൾ യേശു അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക? മൂന്നാമത്, യേശുവിനെ ഒരു വലിയ മലയുടെ, എവറസ്റ്റ് പോലെയൊരു മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ലോകത്തിലെ രാജ്യങ്ങളെ അവൻ്റെ പ്രതാപങ്ങളെയൊക്കെ കാണിച്ച് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്ന് പറയും. ഈ 3 പരീക്ഷകളാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ ഒരു പ്രയാസവുമില്ല. കല്ലപ്പമാകുന്നു, അമ്പലത്തിന് മുകളിൽ നിന്ന് ചാടുന്നു, മലയുടെ മുകളിൽ നിന്ന് നോക്കുന്നു, ഇത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ കൂടെ നാം ഈ
നമ്മുടെ ഇടയിൽ കാണുന്ന ഈ വലിയ വലിയ പണച്ചാക്കുകളുടെ ഭ്രമങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് നമ്മുടെ അന്വേഷണം. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും, കാരണം നിങ്ങൾ ചിന്തിക്കാൻ താല്പര്യമുള്ളവരാണ് എന്ന ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചിന്തകൾ അവതരിപ്പിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇത് ക്രിസ്ത്യാനികൾക്ക് പോലും അറിയാൻ വയ്യാത്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ക്രിസ്ത്യാനികളും അക്രൈസ്തവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവരാരും ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനികളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിലും അവർക്ക് വേദപുസ്തകത്തിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാൻ വയ്യാത്തവരാണ് പാപം ഈ വിശ്വാസികൾ. പോട്ടെ, ഇവിടെ 3 തരത്തിലുള്ള 3 ലെവലിലുള്ള പരീക്ഷകളാണ് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നത്. ഒന്ന്, അവൻ്റെ ഉദരപൂരണം, അവൻ്റെ വയറ്, അവൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. എനിക്ക് മരിക്കാതെ ജീവിക്കണം, എൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ. അത് വയറിനപ്പം മാത്രമല്ല, കിടക്കാൻ സ്ഥലം വേണം, ഉടുക്കാൻ വസ്ത്രം, ഇതെല്ലാം അതിനകത്ത് പെടുന്നതാണ്. രണ്ടാമത് വരുമ്പോൾ എന്നെ 4 പേരൊന്ന് കാണണം, ശ്രദ്ധിക്കണം. അതാരാണ്? എൻ്റെ ചുറ്റുപറ്റുമുള്ള ആളുകൾ. ഇപ്പോൾ ഞാനൊരു യഹൂദനാണ്. യഹൂദന്മാരുടെ സ്ഥിരാകേന്ദ്രമാണ് ഈ അമ്പലം, യെരുശലേം ദേവാലയം. അവിടെ നിന്നും ചാടി അത്ഭുതം കാണിച്ചാൽ അവിടെയുള്ളവരുടെയൊക്കെ ശ്രദ്ധ എൻ്റെ മേലായിത്തീരും. അവരെന്നെ ഇങ്ങനെ കണ്ണും വിഴിഞ്ഞ് നോക്കും. അപ്പോൾ ഈ ഒരു ചെറിയ കൂട്ടം ആളുകളുടെ ഒരു കണ്ണിലുണ്ണിയായിട്ട് ഞാൻ തീരുക. എന്നാൽ അതുകൊണ്ടും തീരത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നാൽ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ കാണാമെന്നാണ് പറയുന്നത്. അപ്പം അവരുടെ എല്ലാം മുമ്പിൽ എന്നെ ഒന്ന് അവതരിപ്പിക്കണം. അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ് ഈ അംബാനി ചെറുക്കൻ്റെ കല്യാണം. അതുകൊണ്ടാണ് 2 ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിനെ കൊണ്ടുവരുന്നു, അമേരിക്കയിൽ നിന്ന് പാട്ടുകാരെ, നൃത്തം ചവിട്ടുന്നവരെ കൊണ്ടുവരുന്നു, ലോകത്തു നിന്നൊക്കെ വിഭവങ്ങൾ കൊണ്ടുവരുന്നു. ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും, രാഹുൽ ഗാന്ധി ഒഴിച്ച് എല്ലാവരെയും കൊണ്ടുവരുന്നു. രാഹുൽ ഗാന്ധി തീർച്ചയായും വിളിച്ച് കാണും, യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ പോക്കറ്റിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് ധനം വന്ന് കുമിഞ്ഞു കൂടിയാൽ, അങ്ങനെ ധനം വന്ന് കുമിഞ്ഞു കൂടുന്നത് പരിശുദ്ധമായ വഴികളിൽ കൂടെ അല്ല എന്ന് ഞാനായിട്ട് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമസ്കാരം, ആവശ്യമില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭ്രമമാണ്. 4 പേരെന്നെ ഒന്ന് കാണണം. അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. ഭാരതത്തിൻ്റെ മുഴുവനും കേന്ദ്രം, ഭാരതം 2 കാലിലാണ് സഞ്ചരിക്കുന്നത്. ഒന്ന് അദാനി, മറ്റേത് അംബാനി. ഇതിലേത് കാലാണ് വലുത്? അംബാനിക്കാലാണോ വലുത്, അദാനിക്കാലാണോ വലുത്? ഏത് കാലിലാണ് മോദി പിടിച്ചിരിക്കുന്നത്, ഏത് കാലിലാണ് മറ്റാരെങ്കിലും? ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഭാരതത്തിൻ്റെ ഏക പ്രശ്നം, ഏക അഭിമാനം, ഏക പ്രത്യാശ, ഏക ധനം, ഏക പാരമ്പര്യം. ഇത് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കും. എന്നാൽ അത് പോരാ, ഭാരതത്തിൻ്റെ വെളിയിലേക്ക് എനിക്കൊന്ന് ശോഭിക്കണം. എൻ്റെ ശോഭ ഈ ലോകത്തുള്ള രാജ്യങ്ങളിലേക്ക് മുഴുവൻ പ്രവഹിക്കാൻ ഒരു അവസരം നോക്കിയിരുന്നപ്പോൾ ഇതാ ചെറുക്കൻ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. അങ്ങനെയാണ്. അപ്പോൾ വെളിയിൽ നാൾ വന്നേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ കെട്ട് മുറുകത്തില്ല. ചെറുക്കനും പെണ്ണും അങ്ങോട്ട് വിവാഹം ചെയ്താൽ ശരിക്കും അങ്ങോട്ട് ഏക്കത്തില്ല. അത് ബോറിസ് ജോൺസണും മറ്റേ പേരങ്ങ് മറന്നുപോയി, പോട്ടെ, അവരൊക്കെ വന്നെങ്കിലേ ഈ വിവാഹം ശരിക്കും അങ്ങോട്ട് ഏക്കത്തുള്ളൂ. അങ്ങനെ വരാൻ കാര്യം മനുഷ്യൻ്റെ ഈ മാനസികമായ വൈകല്യമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എൻ്റെ മാഹാത്മ്യമായി എങ്ങനെ കൺവേർട്ട് ചെയ്യാനൊക്കും? എൻ്റെ പൈസ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചമായി എങ്ങനെ കൺവേർട്ട് ചെയ്യാനൊക്കും? മറ്റൊന്നുമില്ല. ഇപ്പം ഗാന്ധിയെപ്പോലൊരാൾക്ക് പൈസയുടെ വെളിച്ചം ഇങ്ങനെ 10,000 വോട്ട് ബൾബായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ചിരിച്ചാൽ മതി, ഒന്ന് ഇരുന്നാൽ മതി, ഒന്ന് നോക്കിയാൽ മതി. മരത്തടി കൊണ്ടുണ്ടാക്കിയ ചെരുപ്പിട്ടുകൊണ്ട് ആ വഴിയൊന്ന് നടന്നു പോയാൽ മതി. ഇങ്ങനെയുള്ള ആളുകൾ ആ മരത്തടി കൊണ്ടുള്ള ചെരുപ്പ്
മെഴുവടി എന്നുകൊണ്ടാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലോക്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇങ്ങനെയുള്ള മഹാന്മാർ ഇട്ടുകൊണ്ട് നടന്നാൽ അവരെ പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല. കാരണം അവരുടെ ഉള്ളിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അവർ ഈ വലിയ സമ്പത്ത് കൊണ്ട് അവരെ തന്നെ പൊതിഞ്ഞിരിക്കുമ്പോൾ അത് ഉള്ളിലൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഈ അദാനിയെ കൊണ്ടോ അംബാനിയെ കൊണ്ടോ വൈകാരികമായോ ബൗദ്ധികമായോ ആധ്യാത്മികമായോ സാംസ്കാരികമായ എന്തെങ്കിലും ഒരു നന്മയുടെ കണിക പ്രാപിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ അംബാനിയേക്കാളും അദാനിയേക്കാളും ഈ ഉള്ളവൻ 1000 മടങ്ങ് വലിപ്പമുള്ളവനാണ് എന്ന് പറയത്തക്ക എളിമ എനിക്കുണ്ട്. അതാണ് എളിമ. സത്യം പറയുന്നതാണ് എളിമ. മനുഷ്യ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്നോട് കിടപിടിക്കാൻ ഒരു അദാനിക്കും അംബാനിക്കും കഴിയുകയില്ല എന്ന് മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരോടെങ്കിലും കിടപിടിക്കുവാൻ ഈ 2 കൂട്ടർക്കും സാധ്യമല്ല എന്നതാണ് നമ്മുടെ സന്തോഷം. നിങ്ങളത് മനസ്സിലാക്കണം. അത് അഭിമാനത്തോടുകൂടെ നാം തിരിച്ചറിയണം. എന്തിന്? ഒരിക്കലും ഇങ്ങനെയുള്ള നാടകങ്ങൾ കണ്ട് അതിൻ്റെ മുമ്പിൽ പോയി പ്രജ്ഞയായിട്ട് നിൽക്കാൻ നമുക്ക് ഇടയാകരുത്. അത് ഗതികേട് നമുക്കുണ്ടാകരുത്. അതിനുവേണ്ടിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, ആന്തരികമായി ഒന്നുമില്ലാത്തത് കൊണ്ടാണ് എന്നെ 4 പേര് അംഗീകരിക്കണം, 40 പേര് അംഗീകരിക്കണം, 400 പേര്, 4000 പോരാ, വിദേശത്തും എൻ്റെ ഉള്ള ആളുകളുടെ കണ്ണിലും എനിക്ക് പെടണം. അതിനുവേണ്ടി ഞാൻ എന്തും വലിച്ചെറിയാൻ തയ്യാറാണ്. 5000 കോടി രൂപ എന്നാ പിടിച്ചോ. ഏത് രാജ്യത്താണിത് നടക്കുന്നത്? 50% കൂടുതൽ ഭാരതത്തിലെ മക്കൾ, ഭാരത അമ്മയുടെ മക്കൾ പട്ടിണിയിലാണ്. നിങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയി നോക്കണം. ഞാൻ പോയിട്ടുണ്ട്. ട്രൈബൽസ്, ഗോത്രവർഗക്കാർ വസിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ പോയി നോക്കണം. കുടിവെള്ളം വേണമെങ്കിൽ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ നടക്കണം. വലിയ വലിയ നേട്ടങ്ങൾ നമ്മൾ പറയുന്നല്ലോ, അതൊന്നും ഈ പാവപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ എത്തി നോക്കിയിട്ടില്ല. അവിടെ ഈ 5000 രൂപയുടെ നാടകം അവിടെ കൊണ്ട് കാണിക്കണം. പോട്ടെ, ഞാൻ അത് കൂടുതലായിട്ട് പറയുന്നില്ല. എൻ്റെ ഒരു സന്തോഷം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ രാഹുൽ ഗാന്ധിയിലേക്ക് വരാം. എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അംബാനിക്ക് 5000 കോടി രൂപ ഈ ചെറുക്കൻ്റെ കല്യാണത്തിന് മുടക്കണം എന്നത് അറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ഒരു 200 രൂപ സംഭാവന ചെയ്തു. അതാണ് എൻ്റെ ഒരു സന്തോഷം. എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാനതറിഞ്ഞ് ഒരു 200 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇങ്ങനെയാണ്. ഞാൻ ഇതിന് മുൻപ് ഈ യൂട്യൂബിൽ കൂടെ പറഞ്ഞത്, നരേന്ദ്രമോദിക്ക് മൻ കി ബാത്ത് ഉണ്ട്, നമുക്കെന്നാൽ ഒരു ജൻ കി ബാത്ത് തുടങ്ങാം, ജനങ്ങളുടെ കാര്യം പറയാൻ അറിയിക്കാം. അപ്പോൾ അതിന് സംബന്ധമായി ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ആകപ്പാടെ ഒരു ഫോണേ ഉള്ളൂ. അതുകൊണ്ട് നടക്കത്തില്ല. കാരണം നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം എനിക്ക് ഇതിൽ കൂടെ കേൾപ്പിക്കണമെങ്കിൽ വേറൊരു ഫോണും കൂടെ എൻ്റെ വേണം. അങ്ങനെ ഏതായാലും എൻ്റെ പഴയൊരു ഫോൺ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനൊരു സിം വാങ്ങിച്ചിടണം. ഫോൺ എൻ്റെ കയ്യിലുണ്ട്, പഴയ ഫോണാണ്, സാരമില്ല, പക്ഷെ സിം വാങ്ങിച്ചിടണം. അപ്പോൾ ഞാൻ ജിയോയിൽ ഇന്നലെ ഒരു സിം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് 100 രൂപ കണക്കാക്കിയാണ് പോയത്. കാരണം ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 7 വർഷത്തിന് മുൻപ് സിം വാങ്ങിക്കുമ്പോൾ സിമ്മിന് 100 രൂപയെ ചിലവായുള്ളൂ. അപ്പോൾ അത് വെച്ചാണ് ഞാൻ പോയത്. കാരണം ആ സിമ്മും ഇതേ സിമ്മാണ്, അതിനകത്ത് 100 രൂപയുടെ കാര്യം പോലും അതിനകത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു സിമ്മിന് അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരിക. അവിടെ ചെന്ന് സിം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത് 300 രൂപ കൊടുക്കണം. അതേ സാധനത്തിന്, ഈ ചെറിയ സാധനത്തിന്, നിങ്ങളുടെ പല്ലിൻ്റെ പൊടി വെക്കാനുള്ള സാധനമേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന് 100ൽ നിന്നൊരു ഒറ്റ ചാട്ടം, ബോറിസ് ജോൺസൻ്റെ ഒരു ചാട്ടം, അതായത് ഈ അംബാനി ചെറുക്കൻ്റെ കല്യാണത്തിൻ്റെ കാക്കയ്ക്കും പൂച്ചയ്ക്കും ഉള്ളൊരു ചാട്ടം, എൻ്റെ 200 രൂപ അങ്ങ് പോയി. അപ്പം നമ്മൾ ഓരോരുത്തരും കൊടുത്തെങ്കിലേ ഈ കളി നടക്കത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള, വളരെ കൗതുകമുള്ള, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പോകാതിരുന്നത്? ഞാൻ അദ്ദേഹത്തോട് ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. എനിക്ക് രാഹുൽ ഗാന്ധിയുമായി യാതൊരു കോണ്ടാക്റ്റുമില്ല, ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരനോടും എനിക്ക് താല്പര്യമില്ല.
എനിക്കതിനുള്ള സമയവുമില്ല, അതിനുള്ള ആരോഗ്യവുമില്ല, ചിന്തിക്കാനുള്ള കഴിവുണ്ട്, താല്പര്യമുണ്ട്. അതുകൊണ്ട് ഓരോരോ സംഭവം നടക്കുമ്പോൾ അത് എന്ത് നമ്മെ വിളിച്ചറിയിക്കുന്നു, അത് അന്വേഷിക്കുകയും അന്വേഷിച്ച് മനസ്സിലാക്കുന്ന അറിയിക്കുകയും മാത്രമാണ് തൽക്കാലം എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയെന്ന് ഞാൻ വീണ്ടും വീണ്ടും അങ്ങ് പറയുകയാണ്. ഇതിനെപ്പറ്റി വ്യക്തത ഉണ്ടാകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രം. ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചു, രാഹുൽ ഗാന്ധി ഈ കൂട്ടത്തിലുണ്ടോ? ഞാൻ ഈ ഒരു പരിപാടി ഇന്ത്യ ടുഡേ അങ്ങനെയുള്ള ചാനൽ അങ്ങ് രാവിലെ തൊട്ട് രാത്രി അങ്ങ് കാണിക്കുകയാണ്. കാണിച്ച് എൻ്റെ കണ്ണ് കലങ്ങിപ്പോവുകയാണ്. ഞാൻ നോക്കിയത് ഈ കൂട്ടത്തിൽ ഈ മനുഷ്യൻ പോയി പെട്ടോ? സന്തോഷം. ആ കൂട്ടത്തിൽ അഖിലേഷ് യാദവിനെയും എന്താ പറയുന്നത്, നമ്മുടെ ബീഹാറിലെ പേരൊക്കെ വിട്ടുപോ എൻ്റെ മനസ്സിൽ, മമതാ ബാനർജിയും എല്ലാവരും ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമില്ല, ഒറ്റയാൾ മാത്രമല്ല, അത് രാഹുൽ ഗാന്ധിയാണ്. അതെന്താണെന്ന് ഞാൻ ചിന്തിച്ചു. നിങ്ങളും ചിന്തിച്ച് കാണും. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്. രണ്ടും കൂടെ നടക്കുകയില്ല, ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഹാത്രാസിൽ ഒരു മനുഷ്യ ദുരന്തം, അവിടെ പോയി ആളുകളുടെ കൂടെ ഇരുന്ന് അവരുടെ സങ്കടം കേൾക്കുകയും അവരുടെ കണ്ണീര് തുടയ്ക്കുകയും ചെയ്യുന്നു. മണിപ്പൂരിൽ അദ്ദേഹം 3 തവണ പോയി കഴിഞ്ഞു. അസാമിൽ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം ചെന്നിരിക്കും. ലോകത്തിൽ ഭാരതത്തിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോൾ നീറ്റ് സംബന്ധമായ പ്രശ്നത്തിൽ വളരെയധികം മനം കലക്കിയിരിക്കുന്ന യുവതീ യുവാക്കന്മാരെ തൻ്റെ ഭവനത്തിൽ വിളിച്ചു വരുത്തി അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ അതേ സമയമുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് ചെന്ന് കണ്ടുപിടിച്ച് യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്ന വ്യാപൃതനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പണച്ചാക്കുകളുടെ പണം കൊണ്ടുള്ള ഈ മാമാങ്കം കളിക്ക് പോകാൻ സമയമുണ്ടാവില്ല. സമയമുണ്ടായാലും പോകാനൊക്കത്തില്ല, കാരണം മനസ്സനുവദിക്കത്തില്ല. കാരണം താൻ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന മനുഷ്യ യാഥാർത്ഥ്യങ്ങളുടെ തീച്ചൂള, അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് രണ്ടിലും ഒരേ സമയത്ത് പങ്കെടുക്കാം, ഒരേ തുല്യമായ താല്പര്യത്തിൽ പങ്കെടുക്കാമെന്ന് പറയുന്നത് വലിയ മിഥ്യയാണ്. ഒന്നിൽ അവിടെ പോകും, അല്ലെങ്കിൽ ഇവിടെ പോകും. ഇപ്പം രാഹുൽ ഗാന്ധിയെ പറ്റി സംഘപരിവാറും BJPയും പറയുന്നത്, പാവപ്പെട്ടവരുടെ അടുത്ത് പോകുന്നു, ദുഃഖിക്കുന്നവരോട് കൂടെ ഇരിക്കുന്നു, അവരുടെ കണ്ണുകൾ തുടയ്ക്കുന്നു, നിസ്സഹായരോട് സംസാരിക്കുന്നു, അവരെ കേൾക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, കരുതുന്നു, അവർക്ക് വിലയുണ്ടെന്ന് മാനിക്കുന്നു. ഇതൊക്കെ വെറും ഫോട്ടോ ഓപ്പർച്യൂണിറ്റി എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ സത്യം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭമാണിത്. ഇതാണ് വാസ്തവത്തിൽ പ്രധാനമായും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഇത് രാഹുൽ ഗാന്ധി ചെയ്തത് ഒരു ഇമേജ് ബിൽഡിംഗ് എക്സസൈസാണ്, ഒരു ഫോട്ടോ ഓപ്പ് എക്സസൈസാണ്. ചുമ്മാതെ ഇത് ഉള്ളിൽ ഇതിനെപ്പറ്റി യാതൊരു സഹാനുഭൂതിയോ അനുകമ്പയും ഇല്ലാതെ 4 പേരെന്നെ കാണണം, ഞാൻ നല്ലവനാണെന്ന് പറയണം, അവരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ നടന്ന് BJPയുടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ ട്രാജഡി ടൂറിസം നടത്തി ആളുകൾ കയ്യടി വാങ്ങിക്കാം എന്ന ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു നാടകം, സഹാനുഭൂതിയുടെ നാടകം കളിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി ഇരുന്നതെങ്കിൽ അദ്ദേഹം തീർച്ചയായും മറ്റെല്ലാവരെക്കാളും മുമ്പിൽ അംബാനി ചെറുക്കൻ്റെ കല്യാണത്തിന് അവിടെ പോയി നൃത്തം ചെയ്തേനെയും തരികിട തിത്തേ എന്ന് പറഞ്ഞ് അവിടെ നിന്നേനെയും. അദ്ദേഹം പോകാഞ്ഞതിൻ്റെ കാര്യം അദ്ദേഹം ആത്മാർത്ഥതയുള്ളവനായിട്ടാണ്. സംശയിക്കേണ്ട. സത്യം പറയാൻ മടിക്കരുത്, സത്യം കാണാൻ ധൈര്യം കാണിക്കണം. ഇതാണ് ഇന്നത്തെ സത്യം. 100% രാഹുൽ ഗാന്ധി സത്യസന്ധനാണ്, ആത്മാർത്ഥതയുള്ളവനാണ്. അവൻ്റെ വായും അവൻ്റെ ഹൃദയവും ഒന്നാണ്. ഇന്ന് നമ്മുടെ എല്ലാ നേതാക്കന്മാരുടെയും വായ ഒരു വഴിക്ക് പോകും, ഹൃദയം ഉണ്ടെങ്കിൽ അത് മറ്റൊരു വഴിക്ക് പോകും. ഇത് രണ്ടും ഒന്നായ ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല, നന്മ എവിടെ കണ്ടാലും അതിൻ്റെ മുൻപിൽ ഭയഭക്തിയോടെ നിൽക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം, അവകാശം എനിക്ക് ദൈവദത്തമായി ഉള്ളത് കൊണ്ടാണ്. ഇത് ഒരു ജനതയുടെ പ്രത്യാശത്തിൻ്റെ അത്താണിയാണ്. ഇത് നമുക്ക് വിശ്വസിക്കാവുന്ന, നമ്പാവുന്ന, ആശ്രയിക്കാവുന്ന ഒരഭയമാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, അഭയമുദ്ര, ഡു നോട്ട് ഫിയർ,
ഡരോമത്ത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഭയത്തിന് ആവശ്യമില്ല. ഭയം എവിടെയാണ് വാഴുന്നത്? ആത്മാർത്ഥതയില്ലാതെ അഭിനയം കൊണ്ട് മാത്രം അസത്യത്തിൻ്റെ നാടകം കളിച്ചുകൊണ്ട് കഴിയുന്ന ഒരു ജനതയുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാത്ത തീരാവ്യാധിയാണ് ഭയം. ആ ഭയത്തെ ഉപേക്ഷിച്ച് കളയുക എന്നതാണ് ഒരു ജനതയുടെ വിടുതൽ. അതൊരാത്മീയമായ പ്രസ്ഥാനം, അതിന് രാഷ്ട്രീയമായ ഒരു ആവിഷ്കാരം കൊടുക്കുന്നു എന്ന് മാത്രം. ആത്യന്തികമായി ഇതാണ് ആത്മീയമായ ഒരു ദൗത്യം. അപ്പോൾ ഇന്ന് ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആധികാരികമായി സർവ്വധൈര്യവും അവലംബിച്ചുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഈ യുവാവ്, രാഹുൽ ഗാന്ധി എന്ന പേരിൽ നാം അറിയുന്ന യുവാവ്, രാഷ്ട്രീയ ഗോളത്തിൽ ആത്മീയ വെളിച്ചമായി നമുക്ക് വേണ്ടി ഇപ്പോൾ നിലകൊള്ളുന്ന നമ്മുടെ പ്രതിനിധിയാണ്, നമ്മുടെ പ്രതീക്ഷയുടെ അത്താണിയാണ്. അതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് വളരെ വ്യക്തമായി പ്രാപിക്കുവാൻ എനിക്കിടയായത് ഈ അംബാനി ചെറുക്കൻ്റെ കല്യാണം കൊണ്ടാണ്. അതുകൊണ്ട് അംബാനിയോടും കുടുംബത്തോടുമുള്ള എൻ്റെ നന്ദി, കലവറയില്ലാത്ത നന്ദി സവിനയം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അംബാനി അദാനികൾ നീണാൾ വാഴട്ടെ. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, കാട്ടിൽ മുഴുവനും പൊന്നോണം. പി ഭാസ്കരൻ. എൻ്റേതല്ല വരികൾ, പി ഭാസ്കരൻ.